വീഡിയോ ആക്ച്വലി ഒരാഴ്ചക്ക് മുന്നേ ഇട്ടതാണ്. അത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു. പിന്നെ ത്രെഡിൽ പോയി ത്രെഡ് ആരോ എടുത്തിട്ടതാണ്. അത് പറഞ്ഞൊക്കെ വളരെ സത്യമാണ്, അതൊന്നും കളവൊന്നുമില്ല. ചതി പറ്റിയോ? അതെ, പറ്റിയിട്ടുണ്ട്. ഈ പടത്തിൽ 7 കോടി നഷ്ടമാണ്. അത് പിന്നെ 7 കോടി നഷ്ടമാണ് പടത്തിൽ. എങ്ങനെ വ്യക്തികൾ എന്ന് പറയാൻ, സിനിമയിൽ സംഭവിച്ചു, സിനിമയിൽ ചിലവായ പൈസ ഇത്രയും സിനിമയ്ക്ക് ചിലവാൻ പാടില്ല. കാരണം ആ സിനിമക്ക് നിങ്ങൾ കണ്ടാൽ, ആര് കണ്ടാലും 7 കോടി 8 കോടിക്ക് അപ്പുറം പറയുന്നില്ല. അതെ അതെ, ഒരാഴ്ച കൊണ്ട് ഇട്ടതാണ്. അത് ഓൾറെഡി അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. പിന്നെ ത്രെഡിൽ പോയി കിടന്നു. ത്രെഡിന്ന് നമുക്കറിയില്ല, ത്രെഡിൽ കിടക്കുന്നു. ത്രെഡിന്ന് ആരോ എടുത്തിട്ടു. അതെ, ഒരുപാടുണ്ട്. സിനിമേൻ്റെ ബാധ്യതയുണ്ട്, ബിസിനസ്സിൻ്റെ ബാധ്യത എല്ലാം ഉണ്ട്. അല്ല, അന്നേരം ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. പിന്നെ എനിക്ക് കാരണം എന്നൊരു പേര് പറ്റിച്ചു, ചതിച്ചു എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ ഇട്ടതാണ്. അത് പക്ഷേ പറഞ്ഞൊന്നും ഒരു കളവും, എല്ലാം നഗ്നമായ സത്യങ്ങളാണ്, ഒരു കളവുമില്ല. ആ വീഡിയോ ഞാൻ കൃത്യമായും മരിക്കണം എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ പിറ്റേന്ന് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെട്ടില്ല. ഞാൻ എന്തായാലും ഞാൻ ജീവിച്ചിരിക്കില്ല. പിറ്റേന്ന് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിഷു ഞാൻ പിന്നെ അഡ്മിറ്റാക്കി. അങ്ങനെ ഇപ്പം കുറച്ച് എന്നാലും ഞാൻ റിക്കവറായി വരുന്നേ ഉള്ളൂ. എൻ്റെ ടെൻഷനും കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തീരാൻ അറിയില്ല. പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചിട്ടുണ്ട്, ഫെഫ്ക വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. PR ആരോപണമെന്ന് പ്രതീക്ഷ പറയാൻ പറ്റില്ല. പ്രതീക്ഷ കണക്ക് കൊടുക്കാനല്ല, കണക്കിപ്പോൾ കൊടുക്കുമോ, ഞാൻ പ്രതീക്ഷൻ്റെ അയച്ചു കൊടുക്കും. കണക്കെല്ലാം വ്യക്തമായിട്ട്, കാരണം എല്ലാം അക്കൗണ്ടിൽ പോയതല്ലേ, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ചതിച്ചതാരാന്ന് എനിക്ക് അങ്ങനെ സിനിമയിലെ ബഡ്ജറ്റാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആരാന്ന് പറയാൻ പറ്റില്ല. ബഡ്ജറ്റ് ഇത്ര ബഡ്ജറ്റ് സിനിമക്ക് ആയിട്ടുണ്ട്. എങ്ങനെ ഇല്ല, ആദ്യം ബഡ്ജറ്റ് 7 കോടി, പിന്നെ 13 കോടിയാക്കി, പിന്നെ 16 കോടിയാക്കി. അതിലൊന്നും പടം നിന്നിട്ടില്ല. ഗോകുലം വന്നുകൊണ്ടാണ് നമുക്ക് സിനിമ ഇറക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ സിനിമ ഒരിക്കലും ഇറങ്ങുമായിരുന്നു. അല്ല, ഗോകുലം വന്ന് അവർക്ക് മുതലെനിക്ക് തിരിച്ച് കിട്ടിയില്ല. മുതലിന് 10-32 ലക്ഷം രൂപ കിട്ടാനുണ്ട്. എന്നാലേ പിന്നെ അവർ പ്ലസ് ഇൻട്രസ്റ്റ് വേണമെന്ന് അവർ പറഞ്ഞു. പക്ഷേ അറിയില്ല, അത് കൃഷ്ണമൂർത്തി സാറിനോട് സംസാരിച്ചാലും ഗോകുല സാർ നേരിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലും നമുക്ക് കടവരുമായിരിക്കും. ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ എന്നെ ഒരുപാട് ആൾ സിനിമ രംഗത്ത് വിളിച്ചിട്ടുണ്ട്. വേണുകുന്നംപുടി സാറ് വിളിച്ചിട്ടുണ്ട്, ധൈര്യമായിട്ടിരിക്കും. അയാളെ കഴിഞ്ഞ ആനന്ദ് ശ്രീബാല പോലും അഭിലാഷ് ചെയ്ത പാടാണ്, അത് നഷ്ടത്തിലാണ്. ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട്. ടൈൽ മേഖലയിൽ ഭയങ്കര ഞാൻ ഇല്ല, ബിസിനസ് വളരെ മോശം. അത് നല്ല അടിപൊളി, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. തിരിച്ചു വരും. അതെ വിശ്വസിക്കൊണ്ടുണ്ട്. ഇപ്പം ബിജുവിനെ തന്നെ പേഴ്സണലായിട്ട് അറിയുന്നല്ലേ. ടൈൽ മേഖല ദുബായിൽ, ആഫ്രിക്കയിലെല്ലാം കുറേ ആൾ പറ്റിച്ചിട്ടുണ്ട്. എല്ലാ കുറേ രാജ്യങ്ങളും പറ്റിച്ചിട്ടുണ്ട്. ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ ഇട്ടെടുത്ത് പറയുന്നില്ല. പക്ഷേ ഞാൻ എല്ലാ വശം തിരിച്ചു മേടിക്കും. ഞാൻ അതിനായിട്ട് ഇറങ്ങാൻ പോകും. ഇപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടി. കാരണം നമ്മൾ മരിക്കണ്ട, നമുക്ക് ജീവിച്ചതിനെ കാണിച്ചു കൊടുക്കണം ഇവർ മുമ്പിൽ. സിനിമ വേണുകുന്നംപുടി സാറിനോട് പറഞ്ഞു, നല്ല കഥ ഉണ്ട്, എടുത്തിട്ട് മുരളി 5 പൈസ മുരളിയിട്ടുണ്ട, ഞാൻ ചെയ്തരാ സിനിമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല കഥ ഞാൻ ഇനി സിനിമ എടുക്കും. പിന്നെ എല്ലാവരും സപ്പോർട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് തന്നെ പിന്നെ ജെയിംസായിട്ട് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ ഷംസീർ MLA വിളിച്ചിരുന്നു. പിന്നെ ഏരിയ സെക്രട്ടറി സന്തോഷായിട്ടും വിളിച്ചിരുന്നു, ബാലശാട്ടും വിളിച്ചിരുന്നു. തലത്തിൽ ലോക്കൽ എല്ലാവരും വിളിച്ചിരുന്നു. പിന്നെ എല്ലാ പാർട്ടിക്കാരും എനിക്ക് സപ്പോർട്ട്. ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസിയാണെങ്കിലും എൻ്റെ എല്ലാ പാർട്ടിക്കാർക്കും എന്നെ ഇഷ്ടമാണ്. ഞാൻ എല്ലാ പാർട്ടിക്കാർക്കും ഞാൻ നല്ല ബന്ധമാണ്. അതെ, വരാനെല്ലാം നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക, വരണമെന്ന്. കാരണം പിന്നെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട് സിനിമയിൽ. പിന്നെ ഇത്രയും ബാധ്യതയുടെ ഒരു പേയ്മെൻറ്റ് വേണമെന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളെല്ലാം ശരിയാവും, തിരിച്ചു
തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ.